ഗവർണറുടെ നയപ്രഖ്യാപനം ഈ ഗവൺമെന്റിന്റെ ഒരു നയമായി ആണ് ഈ നാട് കൺസീവ് ചെയ്യേണ്ടതെങ്കിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. നയപ്രഖ്യാപനം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ട് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണം എന്താണത്? സെൻട്രൽ ഗവൺമെന്റിനെതിരെ ഒരു പരാമർശം പോലും പറയാതെ, സെൻട്രൽ ഗവൺമെന്റിനെ ഒന്ന് പരാമർശിക്കുക, ഒരു സ്ഥലത്തൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ ഗവർണർ ഈ സർക്കാരിൻ്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ, പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സതീശൻ സർക്കാർ വെറും 15 അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് ഇങ്ങനെ അതിനകത്തൊക്കെ കുഴഞ്ഞിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും പല രീതിയിലുള്ള കേന്ദ്രത്തിൻ്റെ സംസ്ഥാന വിരുദ്ധ ഇടപെടലുകളെ ഒന്ന് പരാമർശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 10 വർഷക്കാലം എടുക്കുമ്പോൾ എത്ര സ്ഥലത്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ എതിർപ്പ് അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ ഈ സംസ്ഥാനത്തിന് കിട്ടാതെ പോയത് എന്നുള്ളത് കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോഴാണ് വരാനിരിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് അതിനെ ഒന്ന് പരാമർശിക്കാതെ പോയത് എന്നുള്ളത് കൃത്യമായി ചർച്ചയ്ക്ക് വരുന്നത്. ഏറ്റവും അവസാനം ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരൊറ്റ ഒരു പ്രകൃതി ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മോദി ഗവൺമെന്റിനായില്ല. പറഞ്ഞ വാഗ്ദാനങ്ങളെ, പറഞ്ഞ തുകയെ അനുവദിച്ച് തരാൻ സാധിച്ചില്ല. അതിനെല്ലാം മറികടന്ന് കഴിഞ്ഞ സർക്കാർ വലിയ രീതിയിൽ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചത് ഏറ്റവും അവസാനം ബ്രിം ലെവലിലാണെങ്കിലും അത് നടത്തിയെടുത്തതും ഈ നാട് കടന്നു കഴിഞ്ഞു പോയതാണ്. ഇത്തരത്തിലുള്ള സംസ്ഥാന വിരുദ്ധ നയങ്ങൾ ഉണ്ടാകാതെ കേന്ദ്രം കേരളത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പോലും പറയാൻ കഴിയാത്തിടത്താണ് സതീശൻ സർക്കാർ എന്താണ് കേന്ദ്ര ഗവൺമെന്റിനോട് ഇനി പറയാൻ പോകുന്നത് എന്നുള്ള ന്യായമായ ചോദ്യം കേരള മനസാക്ഷി, കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ഉന്നയിക്കുന്നത് എന്നുള്ളതും കൃത്യമായി ചർച്ചയ്ക്ക് വരേണ്ട കാര്യം തന്നെയാണ്.